ഒരർത്ഥത്തിൽ ഒരു സ്ത്രീ രണ്ടു തരം തടവറയ്ക്കുള്ളിലാണ് നിൽക്കുന്നത്. ഒന്ന്, കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഏൽപ്പിക്കുന്ന, കുടുംബം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയൊരു പാരതന്ത്ര്യത്തിൻ്റെ ലോകമുണ്ട്. അത് മറികടന്നാണ് അവർ ഒരു സാമൂഹിക പ്രവർത്തനത്തിന് വരുന്നത്. നോക്കൂ, എന്തുകൊണ്ട് ഇതുവരെയും സ്ത്രീകൾ കേരളത്തിൽ ഭൂരിപക്ഷം നിയമസഭാംഗങ്ങളായില്ല? എന്തുകൊണ്ടാണ് പുരോഗമന സമൂഹങ്ങളിൽ ഇപ്പോഴും സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു നിൽക്കുന്നത്? നോക്കൂ, നമ്മളുടെ പട്ടിക തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ 12 പേരാണ് CPM-ൻ്റെ പട്ടികയിലുള്ളത്, 9 പേരാണ് കോൺഗ്രസിൻ്റെ പട്ടികയിലുള്ളത്, 2 പേരാണ് മുസ്ലിം ലീഗിൻ്റെ പട്ടികയിലുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പട്ടികയിലൂടെ 2 പേരെയും നിർത്തിയിരിക്കുന്നത് വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലുമാണ്. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്ഥിതി, നമ്മുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന പെട്രിയാർക്കലായിട്ടുള്ള മൈൻഡ് സെറ്റ്. നമ്മളിതിനെ പറയും പെട്രിലീനിയൽ ആയിട്ടുള്ള ഒരു മിസോജിനി കോൺസെപ്റ്റ് നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. ഇവിടെ ഈ പ്രതിഭ MLA അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് നടപടിയൊക്കെ വന്നു. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നടപടി വരാൻ കാര്യം? തെരഞ്ഞെടുപ്പാണത്, തിരിച്ചടിച്ചു എന്ന ബോധ്യം വന്നതുകൊണ്ടാണ്. മാത്രമല്ല, ആ മണ്ഡലത്തിൽ ലിജുവിനുണ്ടായിരുന്ന ഒരു സാധ്യത റദ്ദ് ചെയ്യുന്നതാണെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കായംകുളം മണ്ഡലത്തിൽ പ്രതിഭയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്യണം, ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം ചർച്ച ചെയ്യണം. കായംകുളത്തിൻ്റെ വികസന രേഖയിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന 60 കോടി, കുടിവെള്ള പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന 519 കോടി, ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന 75 കോടി, പാലങ്ങൾക്ക് വന്നിരിക്കുന്ന 197 കോടി, 517 റോഡുകൾക്ക് 226 കോടി, 3937 മനുഷ്യർക്ക് അന്തിയുറങ്ങാൻ കൂരകൾ, മുഖ്യമന്ത്രിയുടെ ചികിത്സാ ദുരിതാശ്വാസത്തിൽ വന്നിരിക്കുന്ന 23.58 കോടി. ഇങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ കായംകുളം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു MLA ആണ് അവരുടെ ശാരീരിക അഴകളവ് വെച്ചുകൊണ്ട് ഒരു നേതാവ് ഒരു പൊതുവേദിയിൽ വന്ന് അടച്ചാക്ഷേപിക്കുന്നത്.